അപ്പൊ ഈ എമ്പുരാൻ പറഞ്ഞത് സമൂഹത്തിന് ഭയങ്കര ദോഷമായിട്ടാകുന്ന. തീർച്ചയായും സമൂഹത്തിന് ദോഷമുള്ളത് കൊണ്ടാണല്ലോ ലോകം മൊത്തം ജനങ്ങൾ പ്രകടനം ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ഈ ഇന്ത്യ ഇത്രയും കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദിയെ കുറിച്ച് മോശമായി ചിത്രീകരിക്കാൻ ഇവർക്ക് ആര് ധൈര്യം കൊടുക്കും? നിന്റെ തന്ത. അതാണ് നമ്മൾ കണ്ടെടുക്കേണ്ടത്. ഇതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട്, ഇതിന്റെ പിന്നിലെ വിദേശ ശക്തികളുണ്ട്, മയിലാണ് സന തോന്നിയായിരിക്കും. ഇതെല്ലാം നമ്മൾ കണ്ടെടുത്ത് എടുക്കേണ്ട ആവശ്യമുണ്ട്. അവര് പറയാൻ ഉദ്ദേശിച്ച് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇത് ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. അതോടെ അവരുടെ അജണ്ട കണ്ടു. എന്തൊരു ദാരിദ്ര്യമാണ്. അതേപോലെ ഇപ്പൊ തന്നെ അവര് പറയുന്നത് എംപുരാൻ 3 ഞങ്ങൾ എടുക്കുന്നതാണ് പറയുന്നത്. എംപുരാൻ 3 ഒരിക്കലും എടുക്കാൻ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അനുവദിക്കില്ല. അതിമോഹമാണ് അതിമോഹം. അങ്ങനെ അവരെടുത്താൽ ഒരു തിയേറ്ററിലും ഇവിടെ ഷോ നടത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. എല്ലാ തിയേറ്ററുകളുടെ മുമ്പിൽ ഞങ്ങൾ പ്രകടനങ്ങൾ നടത്തി ഇതിനെ ഈ സിനിമ ഓടിക്കാതിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും ഞങ്ങളും ചെയ്യുന്നതായിരിക്കും. വെറുതെ ചിരിപ്പിക്കരുത്. നീയാണല്ലോ കോടതി. ഒരു സമൂഹത്തിൽ ജനങ്ങൾക്ക് നല്ലത് നൽകുന്നതോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിവ് നൽകുന്നതോ രീതിയിലുള്ള സിനിമകളാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഇത് യുവാക്കളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്യില്ല. പൊട്ടന്മാര് പൊട്ടന്ന ലോക പൊട്ടനാണ്. പൊട്ടന്ന ലോക പൊട്ടൻ. നീ ഇത്രല്ലേ കണ്ടുള്ളൂ. അങ്ങോട്ട് നോക്കിയേ. മോഹൻലാലിനും ചിന്തിക്കേണ്ട കാര്യം അദ്ദേഹത്തിന്റെ മകന്റെ പക്വത പോലും അദ്ദേഹത്തിന് ഇല്ലാണ്ടു. അദ്ദേഹത്തിന്റെ മകനാണെന്നുണ്ടെങ്കിൽ പടത്തിൽ അഭിനയിക്കില്ലായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. മകനും പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ ഒന്നിങ്ങനെയാവാം. എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലായി പോയത്? അദ്ദേഹത്തിന്റെ മകനാണെന്നുണ്ടെങ്കിൽ പടത്തിൽ അഭിനയിക്കില്ലായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. മകനും പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. വല്ല തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂടാ നിനക്കൊക്കെ.